ഈ ഇടുക്കിയിലെ കട്ടപ്പനയിലെ സഹകരണ ബാങ്കിൽ നിന്ന് അദ്ദേഹം നിക്ഷേപിച്ച പണം ഇപ്പോൾ അദ്ദേഹത്തിന് ചികിത്സാ സമയത്ത് 2 ലക്ഷം രൂപ ചികിത്സ ആവശ്യത്തിന് വേണം. അതിനുവേണ്ടി അദ്ദേഹം ബാങ്ക് അധികൃതരെ സമീപിച്ചപ്പോൾ അവരദ്ദേഹത്തോട് അപമര്യാദയായി പെരുമാറുകയും ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത വാർത്ത ഞാനും ഇന്ന് പത്രത്തിൽ വായിച്ചു. ഇത് കേരളത്തിൽ പല സഹകരണ ബാങ്കുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കരുവന്നൂരിൽ നിന്ന് തുടങ്ങിയതാണ്. CPMൻ്റെ നിയന്ത്രണത്തിലുള്ള പല സഹകരണ ബാങ്കുകളിലും നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപത്തിന് സുരക്ഷിതമില്ലാതെ അത് അപകടത്തിലാകുന്ന ഒരവസ്ഥ വരുമ്പോൾ കയറി ഇറങ്ങി അവരുടെ ഈ ബാങ്കുകളിൽ അവരാവശ്യപ്പെടുന്നത് അനുസരിച്ച് കിട്ടാതെ വരുമ്പോൾ ചിലരൊക്കെ നിരാശരായി ആത്മഹത്യയാണ്. ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് പണം തിരിച്ചു കിട്ടാത്തതിന് ആത്മഹത്യ ചെയ്ത അവസാനത്തെ ആളാണ് ഈ ഇടുക്കിയിൽ ഉണ്ടായ ആത്മഹത്യ കട്ടപ്പനയിൽ. ഇത് CPM നിയന്ത്രിക്കുന്ന ഒരു സൊസൈറ്റിയാണ്, അവരുടെ ഭരണത്തിന് കീഴിലുള്ളതാണ്. ഞങ്ങൾ വളരെ നേരത്തെ പറഞ്ഞതാണ്. കരുവന്നൂർ വന്നപ്പോൾ പറഞ്ഞു അവരുടെ നിക്ഷേപകർക്ക് ഒരു സുരക്ഷിതത്വം നൽകാൻ ഗവൺമെൻറ് നടപടിയെടുക്കണം. ഇതിൻ്റെ എല്ലാം അപകടം എന്താണെന്നറിയാമോ? ഈ നിക്ഷേപം ബാങ്കിൽ നിക്ഷേപിച്ച് പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ ബാങ്കിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ്റെ തകരാറുണ്ടാവും. നേരത്തെ ആണെങ്കിൽ അത് സംസ്ഥാന സഹകരണ ബാങ്ക് ഉണ്ടായിരുന്ന കാലത്ത് ഇത്തരത്തിൽ വളരെ ഹാർഡ് കേസുകൾ, ഇത് ഒറ്റപ്പെട്ടതാണ്. കരുവന്നൂർ പോലുള്ളിടത്ത് ബാങ്ക് ഇതുപോലെ ഭയങ്കരമായി ബാങ്കിൽ കൊള്ളയും അഴിമതിയും ഒക്കെ നടന്ന് ബാങ്കിലെ ബാങ്കിൻ്റെ നടത്തിപ്പ് തന്നെ അവതാളത്തിലായാൽ നിക്ഷേപകരെ സഹായിക്കാൻ സംസ്ഥാന സഹകരണ ബാങ്കിന് ചില വ്യവസ്ഥകളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കേരള ബാങ്ക് ഉണ്ടായതോടുകൂടി അത് മുഴുവൻ റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലാണ്. അനങ്ങാൻ പറ്റില്ല. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു പ്രധാന കാരണം അതാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്, എനിക്കറിയാം. ഇത് ബാങ്ക് നടത്തിപ്പിലുണ്ടായിട്ടുള്ള മിസ്മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബാങ്കിലെ നിക്ഷേപം മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതിൻ്റെ പേരിലുണ്ടായിട്ടുള്ളത്. ഇത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഗവൺമെൻറ് വാസ്തവത്തിൽ ഈ ആത്മഹത്യയ്ക്ക് പ്രേരണ കുറ്റത്തിന് കേസെടുക്കേണ്ടത് ഈ സംഘം ഭാരവാഹികളുടെ പേരിലാണ്. അല്ലെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. അതെടുക്കുകയും മാതൃകാപരമായ നടപടി സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുകയും വേണം. പക്ഷേ അവർക്ക് എടുക്കാൻ പറ്റാതെ അവരുടെ കൈകൾ കെട്ടിപ്പോയത് കരുവന്നൂർ ബാങ്കിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഞങ്ങളിതെല്ലാം ആവശ്യപ്പെട്ടതാണ്. ഇപ്പോൾ ബാങ്കിനെ ED എല്ലാം അന്വേഷിച്ചു അവസാനം ഇപ്പോൾ എന്താ, ഇപ്പോൾ ഭരണസമിതി അംഗങ്ങളുടെ സ്വത്ത് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായി സ്വത്ത് സമ്പാദിച്ചില്ലേ. അപ്പോൾ ഇത് ഒരു ഗുരുതരമായ പ്രശ്നമാണ്. സഹകരണ വകുപ്പും സഹകരണ മന്ത്രിയും ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ നടപടിയെടുക്കണം. അതെ, അത് ജയിലിൽ പോകുമ്പോൾ സ്വീകരണം, ഇറങ്ങുമ്പോൾ സ്വീകരണം, ഇതെല്ലാം എന്തോ ഒരു വീരകൃത്യം നിർവഹിച്ച ആളുകളെ പോലെയാണ്. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് സ്വീകരണം കൊടുക്കും. രാജ്യത്തെ പാവപ്പെട്ട നിക്ഷേപകരെ, അതും സഖാക്കളായിട്ടുള്ള ഒരുപാട് നിക്ഷേപകരെ, അവരെ കബളിപ്പിച്ച് അവരുടെ പണം തട്ടിയെടുത്ത് അഴിമതി നടത്തിയ ശേഷം കേസിൽപ്പെട്ട് ജയിലിൽ പോകുന്ന ആളുകൾ മടങ്ങി വരുമ്പോൾ ശിക്ഷ അവർ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ലല്ലോ, TP ചന്ദ്രശേഖരൻ്റെ വധക്കേസിൽ ജയിലിലായവർ ജാമ്യത്തിലിറങ്ങിയപ്പോൾ അവർക്ക് സ്വീകരണമല്ലേ. BP ദിവ്യയ്ക്ക് സ്വീകരണം കൊടുക്കുകയല്ലേ ഒരു ആത്മഹത്യ പ്രേരണ കുറ്റത്തിന്. ഇതൊക്കെ ഒരു കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സംസ്കാരമാണ് CPM സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം ഇപ്പോൾ നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം. കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ, വളരെ നന്നായി നടക്കുന്ന സഹകരണ ബാങ്കുകളിൽ വ്യാപകമായി നിക്ഷേപം പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൾഫിൽ ഉൾപ്പെടെയുള്ള ആളുകൾ. കാരണം അവർക്ക് അവരുടെ നിക്ഷേപത്തിൻ്റെ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു. ഇപ്പോൾ ബാങ്കുകളൊക്കെ മുറവിളി കൂട്ടുകയാണ്. കാരണം അവരുടെ നിക്ഷേപം മുഴുവൻ പോയി. എങ്ങനെ അവർക്ക് വായ്പ കൊടുക്കാൻ കഴിയും? സഹകരണ രംഗത്ത് ഈ തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം കരുവന്നൂർ ബാങ്കിലുണ്ടായ സംഭവത്തിൽ ഗവൺമെൻറ് അതിനോട് വളരെ ലാഘവത്തോടെ രാഷ്ട്രീയമായി അത് കൈകാര്യം ചെയ്തതിൻ്റെ ദുരന്ത ഫലമാണ് ഇപ്പോൾ അവസാനം ഈ ഇടുക്കിയിലും സംഭവിച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ബാങ്കുകളുണ്ടെങ്കിൽ നടപടിയെടുത്തോട്ടെ. ഞങ്ങൾ അവരെയൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. സമാനമായ പ്രശ്നമില്ല. കോൺഗ്രസ് ബാങ്കുകളിൽ നിക്ഷേപം കൊടുത്ത് പിൻവലിക്കാൻ പോയപ്പോൾ അപകടമുണ്ടായ ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വളരെ ശക്തമായിട്ടുള്ള നടപടികളും എടുത്തിട്ടുണ്ട്. അവർക്കാർക്കും ഞങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സ്വീകരണം കൊടുക്കാറില്ല. അവർക്ക് റെഡ് കാർപ്പറ്റ് വിരിച്ച് ജയിലിലേക്ക് അയക്കാറുമില്ല.
അവരെ പാർട്ടിയിൽ നിന്ന് ആ ബാങ്കിൽ നിന്നൊക്കെ പുറത്താക്കി. ഗവൺമെൻറ് എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ കയ്യിലുള്ള സഹകരണ ബാങ്കുകൾ ഇലക്ഷൻ വരുമ്പോൾ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോയൊരു ധർണയിൽ പങ്കെടുത്തു. ചേവായൂർ ബാങ്ക്. അവിടെ നടന്ന തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ചില ആളുകളൊക്കെ കൂറുമാറി ഇടതുപക്ഷത്തോടൊപ്പം പോയി. പക്ഷെ 2000 വോളണ്ടിയർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെ കൊണ്ടുവന്ന് കള്ള വോട്ട് ചെയ്ത് വ്യാജ വോട്ട് ചെയ്ത് അവർ ഭരണം പിടിച്ചെടുത്തു. ഇതുപോലെ എല്ലായിടത്തും കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ സ്ഥാപനങ്ങളിൽ 3 കൊല്ലം കൂടുമ്പോൾ ഇലക്ഷന്, ആ ഇലക്ഷൻ അട്ടിമറിക്കും. അല്ലെങ്കിൽ ഭരണസമിതി പിരിച്ചുവിട്ട് അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വയ്ക്കും. കൂടുതൽ അംഗങ്ങളെ ചേർത്ത് CPM ഭരണം പിടിച്ചെടുക്കും. ഈ സഹകരണ രംഗത്തെ സഹകരണ ജനാധിപത്യത്തെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞു. അതെല്ലാം ഈ കരുവന്നൂർ അവസാനം തകർന്നു പോകുന്ന ബാങ്കിൽ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന നിക്ഷേപകരുടെ ഒരു പരമ്പര ആരംഭിച്ചത് അവിടെ നിന്നാണ്. അതുകൊണ്ട് ഇതിന് നടപടിയെടുക്കണം. ഞാൻ ഇന്ന് ഇവിടെ ഡൽഹിയിൽ വന്നത് ഒരു സ്വകാര്യ ദാസ് മുൻഷിയെ വിളിച്ചപ്പോൾ അവരുണ്ടായിരുന്നു. അത് വെറും ഒരു സൗഹൃദ സന്ദർശനം മാത്രമാണ്. അല്ല, പ്രത്യേകിച്ച് ഒരു ദൗത്യവും ഞാൻ നിർവഹിക്കാനല്ല വന്നത്. അവരുമായി കണ്ടു, സംസാരിച്ചു, അത്ര തന്നെ. KPCC പ്രസിഡന്റ് എഫക്റ്റീവ് അല്ലെങ്കിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹം കണ്ണൂരിൽ ജയിക്കുമോ? അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ പുനഃസംഘടനയും പ്രസിഡന്റിൻ്റെ എഫക്റ്റീവ്നെസ്സും തമ്മിലൊന്നും ഒരു ബന്ധമില്ല എന്ന് മാധ്യമ പ്രവർത്തകരായി നിങ്ങൾക്കറിയാമല്ലോ. ഒരു ഇടവേളയ്ക്ക് ശേഷം NSSന്റെ പരിപാടിയിലേക്ക് രമേശ് ചെന്നിത്തല പോവുകയാണ്. കേരളത്തിൽ ഒരു സമവാക്യ മാറ്റം തരത്തിലുള്ള വാർത്തകൾ അതൊക്കെ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തയാണ്. NSSനോ അത് സ്വീകരിച്ച രമേശിനോ അങ്ങനെയൊന്നും ഒരു വ്യാഖ്യാനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എല്ലാ വർഷവും രമേശ് ചെന്നിത്തല മന്ദം ജയന്തിക്ക് പോകുന്നതാണ്. ഞങ്ങൾ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും സ്ഥിരമായി പോകുന്ന ആളുകളാണ്. അവിടെ ചെന്ന് മന്ദൻ സമാധിയിൽ പുഷ്പാർച്ചന നടത്തും. ചിലരൊക്കെ അവിടുത്തെ യോഗത്തിൽ പങ്കെടുക്കും. ഞാൻ എല്ലാ വർഷവും പോകുന്ന ആളാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല ഇതിനു മുമ്പും വിളിച്ചിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ. നിങ്ങൾ പറഞ്ഞത് മതിയാണ്. ഇടവേളയ്ക്ക് ശേഷം അവർ വിളിച്ചു. നല്ല കാര്യം, സന്തോഷം. അതിന് അപ്പുറത്ത് അതിന് വേറെ വ്യാഖ്യാനങ്ങളൊന്നും നൽകേണ്ടതില്ല.